ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ ഇനി മലയാളത്തിൽ സംസാരിച്ചാൽ മതി. ഇതിനു വേണ്ടി നമ്മുടെ മൊബൈലിലെ ഒരു ജീബോർഡിൻ്റെ കീബോർഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 90% ആൾക്കാരും ഈ കീബോർഡ് ഉപയോഗിക്കുന്നവരാണ്. ഞാനും 6 വർഷമായിട്ട് ഞാൻ ഈ ജീബോർഡിൻ്റെ കീബോർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഈ കീബോർഡ് ഉപയോഗിക്കാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇത് കാണുക, എന്നിട്ട് ഉപയോഗിക്കാം. കൂടുതൽ ആൾക്കാരും മംഗ്ലീഷിൻ്റെ കീബോർഡ് ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് മംഗ്ലീഷിൻ്റെ കീബോർഡല്ല, ഇത് ജീബോർഡിൻ്റെ കീബോർഡാണ്. ഇത് ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ മൊബൈൽ സ്റ്റാർട്ട് ചെയ്തു. സാധാരണ നമ്മൾ മെസ്സേജ് അയക്കാനും അല്ലെങ്കിൽ വോയിസ് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്സപ്പാണ് ഉപയോഗിക്കാറുള്ളത് കൂടുതലായിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിൽ നിന്ന് വാട്സപ്പ് ഞാൻ എടുക്കുകയാണ്. വാട്സപ്പ് ഞാൻ എടുത്തപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഞാൻ പ്രസ് ചെയ്യുന്നു. പിന്നെ ഈ മെസ്സേജ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ മെസ്സേജ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് ടൈപ്പ് അടിക്കാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിൻ്റെ ആ ഒരു സാധാരണ കീബോർഡ് മാത്രം, ഇത് ജീബോർഡിൻ്റെ കീബോർഡല്ല, ഇത് സാധാരണ ഒരു കീബോർഡാണിത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ ഇംഗ്ലീഷ് മാത്രമേ നമുക്കിപ്പം ഇവിടെ വന്നാൽ ഹലോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൻ്റെ ഒരു ഗ്ലോബോ സിമ്പിളോ ഒന്നും ഇവിടെ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് സാധാരണ ഒരു കീബോർഡാണ്. നമുക്കാണെങ്കിൽ ജീബോർഡിൻ്റെ കീബോർഡ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം, നമുക്ക് മലയാളമൊക്കെ ടൈപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്. ഞാൻ ഇവിടെ സെർച്ച് പ്രസ് ചെയ്തു. എൻ്റെ ഇവിടെ കൊണ്ട് സെർച്ചിൽ പോയിട്ട് ജീബോർഡെന്ന് അടിക്കുക. ജീബോർഡ് അടിക്കുമ്പോൾ മലയാളം കീബോർഡെന്ന് വരും, അതെടുക്കരുത്. ഈ ജീബോർഡ് എന്നുള്ളത് മാത്രമേ എടുക്കൂ. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ജീബോർഡിൻ്റെ കീബോർഡാണ് കേട്ടോ. ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ജീബോർഡിൻ്റെ കീബോർഡ്. മലയാളം കീബോർഡെന്ന് പറഞ്ഞാൽ അത് വേറെ കീബോർഡാണ്. അതിനെക്കാട്ടിലും നല്ല ഓപ്ഷൻസൊക്കെ കൂടുതലുള്ളത് നമുക്ക് ജീബോർഡിലാണ്. അപ്പോൾ നമുക്ക് കീബോർഡ് എടുത്ത് ഇവിടെ ഓപ്പൺ പറയും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ഞാൻ പ്രസ് ചെയ്തു. ഓപ്പൺ പ്രസ് ചെയ്തപ്പോൾ കണ്ടില്ലേ, സ്റ്റെപ്പ് 1 എനേബിൾ ഇൻ സെറ്റിംഗ് എന്നുള്ളതോടെ പ്രസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്തു. അപ്പോൾ ചോദിക്കുന്നു, ഇവിടെ ഞാൻ ചോദിക്കുകയാണ് ജീബോർഡ് എന്നുള്ളത് ഇവിടെ ഞാൻ ആക്ടിവേറ്റ് ആക്കണം. ജീബോർഡ് എന്നുള്ള ആക്ടിവേറ്റ് ആക്കുക. എന്നിട്ട് അടുത്ത ചോദിക്കുന്നു സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്ന് ചോദിക്കുന്നു. അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പിന്നെ ചോദിക്കുന്നു ചൂസ് ഇൻപുട്ട് മെത്തേഡ് എന്നുള്ളിടത്ത് നമ്മൾ ജീബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത ചോദിക്കുന്നു വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ഒരെണ്ണമുണ്ട് ഇവിടെ, വോയിസ് ടൈപ്പിംഗ്. അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ ആക്ടിവേറ്റ് ആക്കുക. ഇവിടെ ആക്ടിവേറ്റ് ആക്കിയിട്ട് ഇവിടെ ലാംഗ്വേജ് എന്നുള്ളിടത്ത് വന്നിട്ട് ABC മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ABC മലയാളം. എന്നിട്ട് ഇവിടെ 3 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മലയാളം വേണോ അതോ കയ്യക്ഷരം വേണോ? ABC. ഇവിടെ ABC മലയാളം എന്നുള്ള ഇവിടെ ആക്ടിവേറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ഈ നടുക്കത്തെ ഒരെണ്ണം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ABC മലയാളം ഓഫ് ചെയ്യരുത്, ഈ മലയാളം എന്നുള്ള ഞാനൊന്ന് ഓഫ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഡൺ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ താഴെ കണ്ടില്ലേ ആഡ് കീബോർഡ് എന്ന് കണ്ടിട്ടുണ്ട്, അവിടെ ഞാനൊന്ന് പ്രസ് ചെയ്യാം. അത് ഏത് കീബോർഡാണെന്ന് ചോദിക്കുമ്പോൾ മലയാളം ഇന്ത്യ എന്നുള്ളത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ടിവിടെ ഡൺ എന്ന് പറയും. അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്ക്രീന് ഇവിടെ നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ നടുക്കത്ത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങ് സ്റ്റോപ്പാക്കി. അപ്പോൾ നമ്മൾ സെറ്റിങ്ങൊക്കെ ഒരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വാട്സപ്പിൽ പോകണം. പിന്നെ നമ്മളിതുപോലെ വാട്സപ്പിൽ പോയിട്ട് ഞാൻ ഈ കോണ്ടാക്റ്റ് തന്നെ എടുത്തുകൊണ്ട് ഞാൻ ഈ മെസ്സേജിന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, പ്രസ് ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരു ഗ്ലോബ് സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് അവർ പറയുന്നു ഇവിടെ വിരൽ കൊണ്ട് എഴുതൂ എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ടൊരു സെറ്റിംഗ് ഉണ്ട്. നമ്മൾ സ്പേസ് ബാറിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മളിവിടെ ABC മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്യണം. ABC മലയാളം എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഞാൻ ഗ്ലോബിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ മലയാളം വന്നു, ഇംഗ്ലീഷ്, ഇങ്ങനെ ഇത് മാറി വന്നുകൊണ്ടിരിക്കും. ഇംഗ്ലീഷ് വന്നു, അടുത്ത് എഴുതിയപ്പം മലയാളം വന്നു, ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പം ഇങ്ങനെ മാറി വരും. എന്നിട്ട് ഇവിടെ പറയുന്നു ഇവിടെ വിരൽ കൊണ്ട് എഴുതുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ അമ്മ എന്നെഴുതി.
എന്നിട്ട് ഞാനിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മേന്ന് വന്നു. പിന്നെ ഞാൻ എഴുതുവാണ് സുഖമാണോ. അടുത്തത് ഞാൻ എഴുതുന്നു എവിടെ പോകുന്നു. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഈ സ്ലേറ്റിൽ എഴുതുന്ന പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് പറയണമെങ്കിലോ, ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ വോയിസ് ഓവർ, അതിൻ്റെ താഴെ ഒരു ചെറിയൊരു വോയിസ് ഓവർ ഉണ്ട്, മേളത്തെ അല്ല താഴത്തെ. അവിടെ ഞാനൊന്ന് പ്രസ് ചെയ്യാം. എവിടെ പോകുന്നു, സുഖമാണോ, നമുക്ക് സംസാരിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് മലയാളം കീബോർഡൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ്. നമുക്ക് എഴുതിയാൽ മാത്രം മതി, പറഞ്ഞാൽ മതി, ഒക്കെ വളരെ സിമ്പിളാണ്. അഥവാ നിങ്ങൾക്ക് ഈ സെറ്റിംഗ് മലയാളം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് ഈ നടുക്ക് കണ്ടില്ലേ, ഈ സെറ്റപ്പ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത് നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ലാംഗ്വേജ് എന്നുള്ളിടത്ത് ABC മലയാളം എന്നുള്ള, ഇങ്ങനെയാണ് നമ്മളൊരു കീബോർഡ് നമ്മൾ മൊബൈലിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാം. അത് നോക്കി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയെങ്കിൽ എന്നെ അറിയിക്കണം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.